കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ വയനാട് കല്ലൂരിൽ നാട്ടുകാരുടെ പ്രതിഷേധം. നാട്ടുകാർ ദേശീയപാത ഉപരോധിക്കുകയാണ്. മന്ത്രി ഒ ആർ കേളുവിന് നേരെയും പ്രതിഷേധമുണ്ടായി. എം കമൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, മന്ത്രിക്ക് നേരെ വരെ പ്രതിഷേധമുണ്ടായി. എന്താണ് ഈ സമരം ചെയ്യുന്നവരുടെ ആവശ്യം? ആര്യ, മരണപ്പെട്ട രാജീവിന്റെ അവകാശികൾക്ക് സ്ഥിരം ജോലി നൽകുക, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ റോഡ് ഉപരോധിക്കുന്നത്. ഐ സി ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള UDF നേതാക്കളും രാവിലെ സമരത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിനിടെയാണ് മന്ത്രി ഒ ആർ കേളു ഈ വീട് സന്ദർശിക്കാൻ, കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ വീട് സന്ദർശിക്കാൻ എത്തിയത്. അപ്പോൾ മന്ത്രിക്ക് മുന്നിലും പ്രതിഷേധക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഉടൻ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി യോഗം ഉണ്ട്. അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന സമരക്കാരെ അറിയിച്ചാണ് മന്ത്രി പോയത്. ഇപ്പോൾ നൂൽപ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗം നടത്തുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ ഒരു തീരുമാനമെടുത്ത ശേഷം അവർ ഇങ്ങോട്ടെത്തി സമരക്കാരെ അറിയിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ ഏതാണ്ട് 2 മണിക്കൂറിലധികം സമയമായി ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. നിരവധി വാഹനങ്ങളാണ് ഈ കല്ലൂരിന് അപ്പുറത്തും ഇപ്പുറത്തും കുടുങ്ങിക്കിടക്കുന്നത്. സമരം ഇനിയും അവസാനിച്ചിട്ടില്ല. അതിനിടെ ഈ കോഴിക്കോട് നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാജുവിന്റെ മൃതദേഹവും ഇങ്ങോട്ട് എത്തിച്ചു. ആംബുലൻസിൽ തന്നെ ഇപ്പോൾ മൃതദേഹം ഇരിക്കുകയാണ്. ആ ആംബുലൻസിന് സമീപത്താണ് റോഡ് ഉപരോധമടക്കം നടക്കുന്നത്. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. അർഹമായ നഷ്ടപരിഹാരമാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഉന്നതതല യോഗം ചേരുന്നുണ്ട്.